തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നവരെ, നമ്മുടെ സഭയെ സംബന്ധിച്ചും പ്രത്യേകമായി മേജർ അതിഭദ്രാസനത്തെ സംബന്ധിച്ചും ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ അനുഭവങ്ങളുമായി ഈ നാളുകൾ നാം ആരാധനയിലായിരുന്നു. നമ്മുടെ സഭയിലെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി പരിശീലനം തേടി പരിശുദ്ധാത്മാവ് നയിച്ച് പൗരോഹിത്യ ശുശ്രൂഷ കൃപാവരമായി സ്വീകരിച്ച് 7 നവവൈദികർ അവരുടെ വിശുദ്ധ കുർബാന അർപ്പണം നടത്തി പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ഈ അനുഗ്രഹീതമായ നാൾ വഴികളിലെ 7ാമത്തെ നവാഭിഷിക്തൻ്റെ വിശുദ്ധ കുർബാനയിലാണ് നാം ഇപ്പോൾ സംബന്ധിക്കുന്നത്. നവാഭിഷിക്തനായ ബഹുമാനപ്പെട്ട ജോബിൻ പൂവണ്ണത്തിലച്ചൻ അച്ഛൻ്റെ മാതൃ ഇടവകയിൽ വിശുദ്ധ ബലി അർപ്പിച്ച് പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ട അച്ഛനോടും ഈ ഇടവകയോടും അച്ഛൻ്റെ പരിശീലനത്തിൽ അച്ഛനെ സഹായിച്ചിട്ടുള്ള എല്ലാവരോടും ചേർന്ന് നിന്ന് പരിശുദ്ധ സഭയിൽ ഇപ്രകാരമുള്ള ഒരു നിയോഗത്തിന് പരിശുദ്ധാത്മാവ് ഈ വാത്സല്യമുള്ള മകനെ വിളിച്ച് അഭിഷേകിച്ച് വേർതിരിച്ചതിൽ നന്ദി പറയാം. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചും ഈ കുടുംബത്തെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും ഈ നവാഭിഷിക്തനിലൂടെ ലഭിക്കുന്ന കൃപയും ഈ അഭിഷിക്തനിലൂടെ സ്വർഗം തരാനിരിക്കുന്ന അവിടുത്തെ മഹത്വത്തിൻ്റെ പങ്കും ഓഹരിയും അവകാശവുമെല്ലാം നമ്മെ കൂടുതൽ ദൈവബന്ധത്തിൽ സ്ഥിരീകരിക്കുന്നതിന് ഉതകുന്നവയാണ്. അതെല്ലാം ഹൃദയപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. തുറന്ന് വയ്ക്കുന്നിടമാണ് സ്നേഹിതൻ്റെ സാന്നിധ്യം. തുറന്ന് കേൾക്കുകയും പങ്കുവയ്ക്കുകയും സ്വീകരിക്കുകയും തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടം സ്നേഹിതനോട് ചേർന്നാണ്. അതെന്തെന്നാൽ ഒരു മറവില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ സംസാരിക്കുന്നതിനും കേൾക്കുന്നതിനും രണ്ടാമതൊന്നുകൂടി ആവർത്തിക്കാൻ പറയുന്നതിനുമെല്ലാം സാധ്യതയുള്ള ഇടമാണ് സ്നേഹിതൻ്റെ സാന്നിധ്യം, സ്നേഹിതൻ്റെ ഒരാംബിയൻസ്. അതിൻ്റെ അർത്ഥതലം വളരെ ആഴത്തിലുള്ളതാണ്. ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സ്നേഹിതൻ എന്ന് ചേർത്ത് വിളിക്കുന്നുണ്ട്. തൻ്റെ സ്നേഹിതനായ അബ്രഹാമിനെ എന്ന് യഹോവയായ ദൈവം അങ്ങനെ വിശേഷിപ്പിക്കുന്നതിന് ഒരു കാരണം. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായമാണ്. മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തായ്തടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഫലസമൃദ്ധി ഉണ്ടാകുന്നതിനെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നു. തായ്തടിയോട് ചേർന്ന് നിൽക്കാതെ ഫലം പുറപ്പെടുവിക്കാനാവില്ല.
അത് ഉണങ്ങിയ ഒരു കമ്പ് പോലെ പുറത്തേക്ക് എറിയപ്പെടുന്നു. അതിൻ്റെ ഉദ്ദേശം നടക്കുന്നില്ല. തായ്തടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നിന്ന് അവനിൽ വസിക്കുമ്പോൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ധാരാളം ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നത് വഴി പിതാവ് മഹത്വപ്പെടുകയും ചെയ്യും. ഈ സംഭാഷണത്തിൻ്റെ സമാപനത്തിലാണ് തുടർച്ചയായി കർത്താവ് ശിഷ്യന്മാരോട് പറയുക, ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിനാണ്. സന്തോഷം പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? സ്നേഹത്തിൻ്റെ പാരമ്യതയിലാണ്. കർത്താവ് പറഞ്ഞു, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. കർത്താവ് ഒരു പടി കൂടി കടന്ന് പറഞ്ഞു, ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കില്ല, സ്നേഹിത എന്ന് വിളിക്കും. സ്നേഹിത എന്ന് വിളിക്കുന്നതിനൊരു കാരണമുണ്ട്. യജമാനൻ ചെയ്യുന്നത് ദാസൻ പൂർണ്ണമായി അറിയുന്നില്ല, ഏതാണ്ടൊക്കെ കാര്യങ്ങൾ അറിയാം. എന്നാൽ സ്നേഹിത എന്ന് വിളിക്കുമ്പോൾ ആ അവസ്ഥയിൽ, ബന്ധത്തിൽ മാറ്റം വരികയാണ്. ഹൃദയ രഹസ്യങ്ങൾ തുറന്നു വയ്ക്കുന്ന, പങ്കുവയ്ക്കുന്ന ഒരു ബന്ധം. കർത്താവ് പറഞ്ഞു, ഇനിമേൽ, ശിഷ്യന്മാരോട് അവിടുന്ന് പറഞ്ഞതാണ്, ഇനിമേൽ ദാസന്മാർ എന്ന് ഞാൻ നിങ്ങളെ വിളിക്കില്ല, വിളിക്കുന്നത് സ്നേഹിത എന്നാണ്. പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. അത് വ്യംഗ്യമായ ഒരു സന്ദേശമുണ്ട്. എന്നിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കുക. മോശയ്ക്ക് നിർവഹിക്കാനുണ്ടായിരുന്ന ശുശ്രൂഷ, കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് കർത്താവിന് ജനത്തോട് പറയാനുള്ളത് ശ്രദ്ധയോടെ കേൾക്കുക. ജനത്തിൻ്റെ ആവലാതികൾ കർത്താവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുക. കർത്താവ് മറുപടിയായി എന്തു പറയുന്നുവോ അത് തിരികെ വന്ന് ജനങ്ങളോട് പറയുക. യഹോവയുടെ സ്നേഹിതനായി, യഹോവയുടെ ബന്ധം അറിയിക്കുന്നവനായി രൂപപ്പെട്ട ഒരു ജീവിതം. നവാഭിഷിക്തനായ ജോബിനച്ചൻ പൗരോഹിത്യ ശുശ്രൂഷ പ്രാപിച്ചതിലൂടെ നമ്മുടെ കർത്താവുമായുള്ള ബന്ധത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിനെ കുറിച്ച് അദ്ദേഹം വേദശാസ്ത്രം പഠിച്ചപ്പോൾ കുറെ കാര്യങ്ങൾ അറിയുന്നതിന് സാധിച്ചു. ക്രിസ്റ്റോളജി പഠിച്ചപ്പോൾ ക്രിസ്തു രഹസ്യങ്ങളെക്കുറിച്ച് തീർച്ചയായും അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കർത്താവുമായി ബന്ധപ്പെട്ട അനേക അറിവ് സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നതിനുള്ള വരം അവിടുത്തെ സ്നേഹിതന്മാർക്ക് നൽകുന്നതാണ്. ഔദാര്യത്തോടെ ദൈവം വിളിക്കുന്ന ആ വിളിപ്പേരാണ് എൻ്റെ സ്നേഹിത. അവകാശപ്പെടാൻ നമുക്കൊന്നുമില്ല, ഉപാധി വയ്ക്കാൻ നമുക്കൊന്നുമില്ല. ഔദാര്യത്തോടെ അവിടുന്ന് വിളിക്കുന്നു, നീ എൻ്റെ സ്നേഹിതൻ. ദാസൻ എന്നുള്ളത് നീ മറന്നേക്കുക. കൽപ്പിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ് ദാസൻ.
ഹൃദയരഹസ്യങ്ങൾ അറിയുന്നവനാണ് സ്നേഹിതൻ. കർത്താവിൻ്റെ ഈ ബന്ധത്തിൻ്റെ ഒരു തീവ്രത അറിയണമെങ്കിൽ ഗത്സമേൻ തോട്ടത്തിലെ ആ ഒരു നിമിഷത്തെ കാഴ്ച ഒന്ന് നോക്കിയാൽ മതി. കർത്താവ് 3 പേരെ വിളിച്ച് മാറ്റി കൂട്ടിക്കൊണ്ട് പോയി അല്പം അകലെ മാറി നിന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വ്യത്യസ്തമായൊരു പ്രാർത്ഥനയാണ്. തൻ്റെ ജീവൻ്റെ ഒരു മാനുഷിക രീതിയിലെ സഹനത്തിൻ്റെ പാരമ്യതയിൽ നിൽക്കുന്നു, അത്യുച്ഛ സ്ഥാനത്ത് നിൽക്കുന്നു, വധിക്കപ്പെടാൻ പോകുന്നു, അതിനേക്കാൾ വേദന ഒറ്റിക്കൊടുക്കപ്പെടാൻ പോകുന്നു. ആശ്വാസത്തിന് ഹൃദയരഹസ്യങ്ങൾ അറിയുന്ന തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് തന്നേറ്റം സ്നേഹിക്കുന്ന 3 പേരെ വിളിച്ച് മാറ്റി നിർത്തി ഉണർന്നിരിക്കാൻ പറയുന്നു. ട്രെയിനിങ് കിട്ടിയതായതുകൊണ്ട് അവർക്ക് ഉറങ്ങാതിരിക്കാനും സാധിക്കുന്നില്ല. കർത്താവ് വളരെ ഹൃദയവേദനയോട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്പസമയം ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? എത്ര നിയന്ത്രിച്ചാലും സാധ്യമല്ലാത്ത ചില സമയമുണ്ടല്ലോ. അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ദൈവമേ, ഈ ഇരിപ്പിൽ താഴെ വീണാൽ എന്ത് സംഭവിക്കും? കർത്താവ് എല്ലാം മുൻകൂട്ടി കാണുന്നവനായതുകൊണ്ട് ഒന്നും സംഭവിക്കാറില്ല. ഹൃദയരഹസ്യങ്ങൾ അറിയുന്ന സ്നേഹിതനെ കർത്താവ് കൂടെ ഇരുത്തി കർത്താവിൻ്റെ വേദനയിൽ ഒരു നിമിഷം ചേർക്കുകയാണ്. ഒരുപക്ഷെ അത്ര തീവ്രമായി തൻ്റെ സ്നേഹിതർക്കത് മനസ്സിലായി എന്ന് തോന്നുന്നില്ല. പുരോഹിതനെ ലഭിച്ചത് നിങ്ങളുടെ മുറിവുകൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ആ മുറിവ് തിരുസഭയ്ക്ക് അലങ്കാരമാകട്ടെ. കർത്താവ് കൂടെ ഇരുത്തി കർത്താവിൻ്റെ വേദനയിൽ ഒരു നിമിഷം ചേർക്കുകയാണ്. ഒരുപക്ഷെ അത്ര തീവ്രമായി തൻ്റെ സ്നേഹിതർക്കത് മനസ്സിലായി എന്ന് തോന്നുന്നില്ല. പ്രിയപ്പെട്ട ജോബിനച്ഛനോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതൊരു അടയാളമാണ്. അച്ഛൻ കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരം കേൾക്കുന്നതിന് ഇരിക്കും. കുമ്പസാരിക്കാൻ പോയി മുട്ടുകുത്തുകയും ചെയ്യണം. കുമ്പസാരം കേൾക്കാനിരിക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം വന്ന് ഈ പുരോഹിതന്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റിന്റെ മുമ്പിൽ ഈ അനുതപിക്കുന്ന പാപി വന്ന് മുട്ടുകുത്തുന്നതല്ല. കർത്താവിനോട് ഇക്കാര്യം പറയുന്നതിനും കർത്താവ് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചതും ഈ അനുതപിക്കുന്ന പാപിയിൽ കാണും. ഹൃദയ രഹസ്യങ്ങളാണ് ഒരു വൈദികനോട് കുമ്പസാരക്കൂട്ടിൽ വന്ന് പറയുക. അതെല്ലാം മനസ്സിലാക്കാനുള്ള മാനുഷിക ബുദ്ധി എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്കുണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. നമ്മോട് വന്ന് ഈ കാര്യം, അതായത് അവരുടെ ജീവിതത്തിൽ ഈ വിവരം മറ്റൊരാൾ അറിയുമ്പോൾ സംഭവിക്കാവുന്ന വലിയ പ്രതിസന്ധികൾ, അതൊന്നും കാര്യമായി പരിഗണിക്കാതെ കുമ്പസാരക്കൂട്ടിൽ കർത്താവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഈ പുരോഹിതനോട് ഹൃദയ രഹസ്യം പറയുന്നതിൻ്റെ കാരണം ഒന്നേയുള്ളൂ. ദൈവത്തിൻ്റെ പുരോഹിതൻ, ദൈവത്തോട് സംസാരിക്കുന്നവൻ, ദൈവത്തിൻ്റെ ആലോചന നമുക്ക് പങ്കുവെച്ചു തരുന്നവൻ. പ്രിയപ്പെട്ട ജോബിനച്ച, പൗരോഹിത്യ ശുശ്രൂഷയിലെ ഏറ്റവും അനുഗ്രഹകരമായ നിമിഷങ്ങൾ തീർച്ചയായും പരിശുദ്ധ കുർബാനയുടെ കൃപാവരമുണ്ട്. അതിനോട് ചേർത്ത് വിസ്മരിക്കാനാവാത്ത നിമിഷങ്ങൾ സമ്മാനിക്കുന്ന കൃപയുടെ വലിയ അനുഭവമാണ് കുമ്പസാരക്കൂട്ടിലെ കർത്താവിൻ്റെ സ്നേഹിതനെ കണ്ടുകൊണ്ടുള്ള
അനുതപിക്കുന്ന പാപിയുടെ സംഭാഷണം. ഭാഗ്യവശാൽ ഈ കുമ്പസാരം കഴിഞ്ഞ് അടുത്തയാൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ നമ്മൾ ഈ പാപങ്ങളോ പറയുന്ന വാക്കുകളോ നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല എന്നുള്ളതാണ്. ദൈവം കൊടുത്തിരിക്കുന്ന അസാധാരണമായ കൃപയാണ്. അത് ഓർത്തിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ഓർക്കാൻ കർത്താവിന് പദ്ധതിയുമില്ല. സാധാരണമായ ദൈവബന്ധത്തിൻ്റെ അടയാളം കൃത്യമായി പ്രകടമാക്കുന്ന ഇടമാണ് കുമ്പസാരക്കൂട്. അനാഥമായിക്കൊണ്ടിരിക്കുന്ന കുമ്പസാരക്കൂട്ടിലെ സ്നേഹിതൻ്റെ ഭാവം ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ അച്ഛൻ വീണ്ടെടുക്കണം. ചുക്കിലി പിടിച്ചും അനാഥമായും ആളുകൾ സന്ദർശിക്കാത്തതുമായ കുമ്പസാരക്കൂട്ടിലെ സ്നേഹിതൻ്റെ ഇടം അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു പ്രധാന മർമ്മമായി അച്ഛനെ ഞാൻ ഈ പരിശുദ്ധ കുർബാന മധ്യേ ഏൽപ്പിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ തൻ്റെ ജനത്തിന് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഒരു ഉപദേശത്തിൻ്റെ പേരിലല്ല, കർത്താവിൻ്റെ കരങ്ങൾ, കർത്താവിൻ്റെ മനസ്സ് അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട്. ദൈവം നമ്മെ സ്നേഹിത എന്ന് വിളിച്ചെങ്കിൽ അതിന് വലിയ മാനമുണ്ട്. ദാസനെന്ന് നിങ്ങൾ അറിയപ്പെടേണ്ടതില്ല, നിങ്ങൾ അറിയപ്പെടേണ്ടത് സ്നേഹിതനായിട്ടാണ്. ഹൃദയരഹസ്യങ്ങൾ അറിയുന്ന, ഹൃദയരഹസ്യങ്ങൾ അറിയാവുന്നവനെ വിശേഷണം പറഞ്ഞ് വൈദികന് അന്തിമ ആശംസ അർപ്പിക്കുന്ന നമ്മുടെ ശുശ്രൂഷയുണ്ടല്ലോ. ദൈവത്തിൻ്റെ പുരോഹിതൻ, കൂദാശകളുടെ പരികർമ്മി, പള്ളിയുടെ അലങ്കാരം, സത്യപ്രഘോഷകൻ, എന്തെല്ലാം വിശേഷണങ്ങളാണ് ദൈവത്തിൻ്റെ സ്നേഹിതന് തിരുസഭ നൽകിയിരിക്കുക. അവിസ്മരണീയമായ അനുഭവങ്ങളിൽ നിന്ന് പ്രാർത്ഥനാപൂർവം കുറിച്ചു വച്ചിരിക്കുന്ന ഈ വിശേഷണങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ട്. കർത്താവിൻ്റെ സ്നേഹിതനോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇനിയും ദൈവത്തിൻ്റെ ജനം കാണേണ്ടുന്ന അത്ഭുതങ്ങളുണ്ട്. ഞങ്ങൾ അധികാരികളോ സഹകാരികളോ ഞങ്ങളെക്കൊണ്ട് സാധിക്കാത്ത, അല്ലെങ്കിൽ ഞങ്ങളിലൂടെ അത് നിവൃത്തിയാകാതെ ഇരിക്കുന്ന അത്ഭുതങ്ങൾ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ, നിങ്ങൾ 7 പേരും ഇവിടെ സന്നിഹിതരാണല്ലോ, നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ദൈവജനം കാണുന്നതിന് ആഗ്രഹിക്കുന്നു. ഹൃദയം തുറന്നിടുക, ബാക്കി പരിശുദ്ധാത്മാവ് പൂർത്തീകരിക്കും. മുൻകരുതൽ എന്നത് ദൈവത്തിൻ്റെ കയ്യിൽ പിടിക്കുക മാത്രം. അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും ബാക്കിയുള്ളവയെല്ലാം നൽകപ്പെടും. നിങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ ഈ സ്നേഹിത ഭാവം നമ്മുടെ സഭയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ. നിങ്ങളുടെ ജ്യേഷ്ഠന്മാരെക്കുറിച്ചോ നിങ്ങളുടെ അധികാരികളെക്കുറിച്ചോ പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ത്രോണോസിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് നിങ്ങൾ ഹൃദയം അല്പം കൂടി തുറക്കുക. നിങ്ങളിലൂടെ കർത്താവ് അത് പരിഹരിച്ചുകൊള്ളും. പൗരോഹിത്യത്തിൻ്റെ നന്മകളും അത്ഭുതങ്ങളും അത് 4 വരി വാട്സപ്പിലെ മെസ്സേജിൽ ഒലിച്ചു പോകുന്നതല്ല. വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്മാനിച്ച 3 വിശേഷണ പദവുമല്ല. സ്നേഹിത എന്ന് വിളിച്ചെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാൻ തുടങ്ങുന്നതിൻ്റെ ഇല്ലാത്ത കാലത്ത് കർത്താവ് വിളിച്ച പേരാണ്. നിർമ്മിത ബുദ്ധിയും നിർമ്മല ബുദ്ധിയും എന്ന് 2 വിശേഷണം കേട്ടിട്ടുണ്ട്. നിർമ്മല ബുദ്ധിയിൽ കർത്താവ്
സ്നേഹിത എന്ന് വിളിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ വിളിപ്പേരാണ്. അച്ഛനീ നമ്മുടെ ഇടവകയിൽ നിന്ന് പൗരോഹിത്യത്തിലേക്ക് വരുമ്പോൾ ഈ ഇടവക അനുഗ്രഹീതമാവുകയാണ്. ഈ പള്ളിയുടെ നാട്ടുകാർ വിളിക്കുന്ന പേര് എന്താണ്? കുന്നേൽ പള്ളി എന്നാണ്. അത്യാവശ്യം ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. പണ്ട് വളരെ ക്ലേശിച്ച് നോക്കിയാൽ മാത്രമേ പാലത്തിൽ നിന്ന് നമ്മുടെ പള്ളി കാണാൻ സാധിക്കുന്ന നേരിയ ഒരു പൊട്ടുപോലെ. ഇപ്പോൾ മനോഹരമായ ദൈവാലയം ഉയർന്ന് നിൽക്കുമ്പോൾ ഇതുവഴി എവിടെ പോയാലും നമുക്ക് കാണാം നമ്മുടെ പള്ളി, കുന്നേൽ പള്ളി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഇടവകക്കാരോട് പറഞ്ഞതുപോലെ കുന്നേൽ പള്ളി എന്നുള്ളത് ബിബ്ലിക്കൽ നെയിമാണ്. മലമുകളിൽ പണിതിരിക്കുന്ന ഭവനമാണിത്. മലമുകളിൽ പണിതിരിക്കുന്ന ദൈവാലയത്തിൽ നിന്ന് കർത്താവിൻ്റെ ഒരു സ്നേഹിതൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് സ്നേഹിതൻ്റെ ശുശ്രൂഷ തുടങ്ങിയിരിക്കുന്നു. അച്ഛൻ്റെ മാതാപിതാക്കൾ അവർ ദൈവത്തോടുള്ള ബന്ധത്തിൽ അച്ഛൻ്റെ പൗരോഹിത്യത്തെ, സ്വപ്നത്തെ, ആഗ്രഹത്തെ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കണ്ണുനീര് കൊണ്ട് സമൃദ്ധമാക്കിയവരാണ്. ശാരീരിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അലട്ടിയപ്പോഴും അവർക്ക് പ്രത്യാശ നൽകുന്ന ഏക കാരണം അച്ഛൻ്റെ പൗരോഹിത്യ സ്വീകരണവും പുത്തൻ കുർബാനയും അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലെ തുടരുന്ന ആ വലിയ ദിനങ്ങളുമാണ്. അത്ഭുതകരമായാണ് ദൈവം വഴി നടത്തിയത്. ഇനിയും അപ്രകാരം തന്നെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ദൈവത്തിനുള്ള സമർപ്പണം ദൈവം സ്വീകരിച്ചിരിക്കുന്നു. ദൈവം കൃപയോടെ കർത്താവ് സ്നേഹിതനെന്ന് വിളിച്ചവരുടെ ഗണത്തിൽ നിങ്ങളുടെ മകനെ ചേർത്തിരിക്കുന്നു. കർത്താവിനോട് നന്ദിയുള്ള കുടുംബമായി ജീവിക്കാം. തൻ്റെ പ്രിയപ്പെട്ട സഹോദരനും കുടുംബവും കർത്താവിൻ്റെ വാത്സല്യം നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയിലും പറയുന്നത് ഇവിടെയും പറയാതിരിക്കാൻ ഒരു കാരണവുമില്ല. എല്ലാ വിശുദ്ധ കുർബാനയിലും എൻ്റെ മാതാവിനെയും പിതാവിനെയും എൻ്റെ ഗുരുക്കന്മാരെയും എൻ്റെ സഹോദരങ്ങളെയും എന്ന് പേര് പറഞ്ഞ് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദൈവബന്ധത്തിൻ്റെ വലിയ മുദ്രയാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തലമുറകളിലേക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദാനിയേൽ പൂർണ്ണത്തിലച്ചൻ ഈ കുടുംബത്തിലെ അംഗമാണ്. കൊച്ചച്ഛൻ്റെ അങ്കിളാണ്, അമ്മാച്ചനാണ്. അമ്മാച്ചൻ സ്വർഗത്തിൽ പോകുന്നത് കൊണ്ട് അനന്തരവും പോകണമെന്നില്ല. അനന്തരവും കഷ്ടപ്പെട്ടാലേ പറ്റൂ. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം അതല്ല, അത് ഓർത്തുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ്. അമ്മാച്ചനും അനന്തരവനും അത് ഓർത്തിരുന്നോട്ടെ എന്ന് കരുതി. ഞാൻ ശ്രദ്ധിച്ച കാര്യം, ജോബിനച്ഛനോട് ദാനിയേലച്ഛന് നല്ല സ്നേഹമുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ സുപ്രസിദ്ധനായ ധ്യാനപ്രസംഗകൻ, ലോകമറിയുന്ന വചനപ്രഘോഷകൻ നമ്മുടെ പ്രിയപ്പെട്ട ദാനിയേലച്ഛൻ അച്ഛൻ്റെ ഒരു കരവലയത്തിൻ്റെ അത്യാവശ്യമല്ലാത്ത ഒരു സംരക്ഷണം ഇന്നുവരെ ഈ ജോബിനച്ഛന് കൊടുത്തിട്ടില്ല. ദൈവത്തിന് സ്തുതി. ആവശ്യമില്ലാത്ത ഒരു പരിലാളന അമ്മാച്ചൻ അനന്തരവന് കൊടുത്തിരുന്നെങ്കിൽ ബാക്കി ജോബിൻ നേരിട്ട് പറഞ്ഞോളൂ. ഞാനതേക്കുറിച്ച് സന്തോഷത്തോടെയാണ് പറയുക. അവൻ പഠിച്ച് എന്നോടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമുള്ള തിരുത്തലുകളൊക്കെ പിതാവ് കൊടുത്തോണം. ഞാനാണെങ്കിൽ അതിൽ യാതൊരു ലുപ്തും കാണിക്കാത്ത ആളാണ്.
വളരെ സന്തോഷത്തോടെ ഞാൻ ഈ മദ്ബഹായിൽ നിന്നുകൊണ്ട് ഓർക്കുന്നു. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് സഹോദരിയുടെ മകന് വേണ്ടി മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ മേജർ അതിരൂപതയിലെ ഒരു വൈദികൻ എന്ന നിലയിൽ അച്ഛൻ നൽകിയ ഒരു സാക്ഷ്യം അതെന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. ഇനി അല്പം കൂടിയൊക്കെ സ്നേഹം ഇനിയും കാണിക്കാം. അച്ഛൻ്റെ ശുശ്രൂഷയിലും പ്രിയപ്പെട്ടവരെയും ഈ കുടുംബത്തിലെ ഒരു മകൻ എന്ന നിലയിൽ ലോകം മുഴുവൻ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് സ്വർഗം തിരഞ്ഞെടുത്തിരിക്കുന്ന അനുഗ്രഹീതനായ ഒരു പുരോഹിതൻ, സ്നേഹിത എന്ന കർത്താവ് വിളിച്ചിട്ടുള്ള വലിയ കൃപാവരത്തിൽ ദൈവജനത്തെ സ്ഥിരീകരിക്കുന്ന ഒരു പുരോഹിതൻ. അച്ഛൻ്റെ ഇടപെടൽ ഈ നവാഭിഷിക്തൻ്റെ പൗരോഹിത്യത്തെ രൂപീകരിച്ചിട്ടുണ്ട്. തുടർന്നും വലിയ കൃപയായി ഇത് കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിലെ കുടുംബങ്ങൾ കുന്നേൽ പള്ളിയാണ് എന്നത് ഓർക്കുക. മലമുകളിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്ന കുടുംബമാണ്. വൈദികരും വൈദിക വിദ്യാർത്ഥികളുമൊക്കെ നമ്മുടെ ഈ ഇടവകയുടെ ബലമായി നിൽക്കുന്നു. വൈദികർ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. 11 വർഷം സെമിനാരിയിൽ എവിടുന്നെങ്കിലും ലീസിനെടുത്ത് വന്ന് പഠിപ്പിക്കുന്നവരല്ല. ഓരോ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് 15 വയസ്സ് മുതൽ സെമിനാരിയിൽ സ്വീകരിച്ച് ഒരായുസ് മുഴുവൻ സഭയ്ക്കു വേണ്ടി ജീവൻ നൽകുന്നവരാണ് പുരോഹിതർ. മക്കൾ എപ്പോഴും വ്യത്യസ്തരാണല്ലോ. അതിൽ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിന് വീട്ടിലെ ഒരമ്മയ്ക്കും ഒരപ്പനും വേഗത്തിൽ സാധിക്കും. അഭിഷിക്തർ അവരുടെ ജീവിത ശൈലിയിൽ, സമീപന ശൈലിയിൽ പ്രത്യേകതകളുള്ളവരാണ്. അതാണ് മനുഷ്യർ. നമ്മുടെ കയ്യിലെ 5 വിരൽ പോലും സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് ഒരുപോലെ അല്ലല്ലോ. ചിലരൊക്കെ നോക്കുന്നു, ഞാൻ പറഞ്ഞത് ശരിയാണോ, എണ്ണിക്കൂടെ നോക്കിക്കോണോ 5 ഉണ്ടോന്ന്. വ്യത്യസ്തമാണ്. വ്യത്യസ്തമായതിൻ്റെ പേരിൽ ആരെങ്കിലും വിരള ഒടിച്ചു കളയുമോ? ആരെങ്കിലും വിരൽ ഒടിച്ചു കളയുമോ? ഒന്നൊന്നുപോലെ ഇരിക്കുന്നില്ലെന്ന്. ഈ 5ഉം ഒരു കൈപ്പത്തിയിൽ ചേർത്ത് വച്ചിരിക്കുന്ന വ്യത്യസ്തമായ ഉപയോഗങ്ങളുണ്ട്. ഈ കർത്താവിൻ്റെ പുരോഹിതന്മാരെല്ലാം നമ്മുടെ ഓരോ കുടുംബങ്ങളിൽ നിന്ന് അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും ഒക്കെ ഉള്ളവരാണ്. അത്യാവശ്യമൊക്കെ ജീവിക്കുന്നതിന് വകുപ്പുള്ളവരാണ്. അതെല്ലാം ഉപേക്ഷിച്ച് ഒരായുസ് മുഴുവൻ ഒരു സഭയിൽ ബലിപീഠത്തിന് ധൂപം വെച്ചും സഭയിൽ ഏവങ്കേലിയോൻ വായിച്ചും രോഗിയുടെ വീട്ടിൽ ഓടിച്ചെന്ന് പ്രാർത്ഥിച്ചും മരണസമയത്ത് മിനിമം 4 പ്രാവശ്യം ആ ഭവനവുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷകൾ ചെയ്തും മരിച്ചു കഴിഞ്ഞും ആ കുഴിമാടത്തിൽ ചിലപ്പോൾ മക്കൾ വന്നില്ലെങ്കിൽ പോലും മക്കൾ വിളിച്ചു പറയത്തേ ഉള്ളൂ, അച്ഛാ 15-ാം തീയതി അവിടെ ഒരു ധൂപം വെച്ചേക്കണേ എന്ന്. ഈ അച്ഛനും ധൂവക്കുറ്റിയും മാത്രമായി ആ കവറിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അപ്പോഴും ഓർക്കുക, ഈ പുരോഹിതൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് ഈ അച്ഛനൊരു മാതാവും പിതാവും. ഞാൻ പറഞ്ഞത് പൗരോഹിത്യ ശുശ്രൂഷയിൽ പുരോഹിതൻ എന്നത് നമ്മുടെ വിശ്വാസത്തിൽ അല്പം കൂടി നിർമ്മലമായി കാണേണ്ടുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നതെന്ന് ഈ 7 ദിവസത്തെ നമ്മുടെ ആഘോഷത്തിൽ മുടങ്ങാതെ വായിച്ചു കേട്ട ഭാഗമാണ്. മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. അതാണ് ഈ തിരഞ്ഞെടുപ്പ്, അതാണ് ഈ സ്വീകാര്യത.
ദൈവജനം ഇത്രയും ഒരുമിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, ഒരു പുരോഹിതനൊരു ബലഹീനത, അത് സത്യമാണോ എന്നറിയുന്നു. അതിനു മുൻപ് തന്നെ പേനയും പെൻസിലുമായി എഴുത്തു തുടങ്ങുന്നതിന് മുൻപ് എത്ര പേർക്ക് ഒന്ന് മുട്ടുമടക്കി, എൻ്റെ ദൈവമേ, അങ്ങ് സ്നേഹിത എന്ന് വിളിച്ചിട്ടുള്ള ഈ പുരോഹിതനെ അങ്ങ് സംരക്ഷിക്കണമേ എന്ന് പറയാൻ വിശ്വാസമുണ്ട്, ബലമുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. 100 കുടുംബമുണ്ടെങ്കിൽ നമുക്കറിയാം എത്ര അഭിപ്രായങ്ങളാണ് നമ്മുടെ ഒരുമിച്ച് വരുമ്പോൾ. ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു ചരടിൽ കോർത്തിണക്കി സഭയുടെ നന്മയ്ക്ക്, ഇടവകയുടെ പുരോഗതിക്ക് ഈ പുരോഹിതൻ ഏറ്റെടുക്കുന്ന വലിയ ത്യാഗനിർഭരമായ ഒരു ശുശ്രൂഷയുണ്ട്. അതിനാണ് സമർപ്പണം എന്ന് പറയുക. ഒരു കാലത്ത് നമ്മുടെ കുറേ ആളുകൾ സന്യാസിനിമാർക്കെതിരെ അങ്ങ് ഇറങ്ങി. ദൈവവിളികൾ കുറഞ്ഞു. ഇത് കേട്ടിരിക്കുന്ന അമ്മമാരും അപ്പന്മാരും മക്കളെ മഠത്തിൽ വിടാതായി. എന്ത് പ്രയോജനം ആർക്കുണ്ടായി? സന്യാസത്തിൻ്റെ ആത്യന്തികമായ മർമ്മവും മഹത്വവും നൽകുന്നത് ദൈവമാണ്. അതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കുന്നതിന് മനുഷ്യർക്ക് കഴിയും. എന്നാൽ പാതാള ശക്തികൾ നശിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന് കർത്താവ് പറഞ്ഞത് സഭയുടെ വലിയ ബലമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ബലിപീഠം ചുംബിച്ച് ധൂപം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പുരോഹിതനെ നിങ്ങൾ പ്രാർത്ഥനയിൽ ബലപ്പെടുത്തണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ധൂപം അർപ്പിച്ച്, നിങ്ങളുടെ മാതാപിതാക്കളുടെ കുഴിക്കു ചുറ്റും ധൂപം സമർപ്പിച്ച് വരുന്ന നമ്മുടെ വൈദികരെ നിങ്ങൾ ബലപ്പെടുത്തണം. സഭ ദുർബലമായി കാണുന്നതും വൈദികരും സന്യസ്തരും അവഹേളിക്കപ്പെടുന്നത് വഴി ചില ആഗ്രഹങ്ങൾ ചില കൂട്ടർക്ക് ഉണ്ട്. ചില കാര്യങ്ങൾ തുടച്ച് നീക്കണം എന്ന ആഗ്രഹം. പാതാള ശക്തികൾ സ്പർശിക്കുവാനാവാത്ത ദൈവത്തിൻ്റെ പദ്ധതിയിൽ ബലഹീനരായ മനുഷ്യരാണ് ദൈവം വിളിച്ച് ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതെന്ന്. മൺപാത്രങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന നിധിയായി പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ പൗരോഹിത്യത്തിൻ്റെ കൃപ, അത് കാത്തു സൂക്ഷിക്കാൻ ദൈവജനം, സഭാമക്കൾ തീവ്രമായി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 7 നവവൈദികർ തിരുസഭയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സന്നദ്ധരായി ഇറങ്ങി. നമ്മുടെ 7 കുടുംബങ്ങളിൽ നിന്ന് മാതാപിതാക്കളും സഹോദരങ്ങളുമുള്ള അവരുടെ കൊച്ചു കുടുംബം വിട്ട് തിരുസഭയാകുന്ന വലിയ കുടുംബത്തിലെ എല്ലാവരുടെയും മകനായി രൂപാന്തരപ്പെടുന്നതിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള 7 മക്കളുടെ സമർപ്പണത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ദൈവത്തിനുമുമ്പാകെയുള്ള അപേക്ഷ അത് വലിയ വിലപ്പെട്ടതാണ്. നമ്മുടെ ഇടവകയിൽ പ്രകാരം കർത്താവിൻ്റെ ഒരു മഹത്വം കാണുന്നതിന് അവിടുന്ന് അനുവദിച്ചതിന് അവിടുത്തോട് നന്ദി പറയുന്നു. നമ്മുടെ ഇവിടെ ഇരുന്ന വികാരിയച്ഛന്മാർ അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു പങ്കുവയ്ക്കലാണ്. അവരുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ പകരൽ ശുശ്രൂഷയിലാണ് ഈ ദൈവവിളികൾ രൂപപ്പെട്ട് വരിക. അവരെല്ലാവരെയും ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട ജോബനച്ചൻ്റെ ശുശ്രൂഷയിൽ ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശുശ്രൂഷിക്കുവാൻ തുടങ്ങിയ കാലം മുതൽ കൂടെ നിന്ന് രൂപീകരിച്ചിട്ടുള്ള നമ്മുടെ എല്ലാ വികാരിയച്ഛന്മാരെയും സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷിച്ചിട്ടുള്ള സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ ബഥനി സിസ്റ്റേഴ്സ് തൊട്ടടുത്ത ഭവനമുണ്ട്. അവരുടെ വലിയ സേവനങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ. അവരുടെ ശുശ്രൂഷയും അവരുടെ സമർപ്പണവും നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഇവിടെ ബലം നൽകുന്നത് സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. നമ്മുടെ ഈ പൗരോഹിത്യ സ്വീകരണത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്നുള്ള പങ്കാളിത്തം
പൗരോഹിത്യ സ്വീകരണത്തിന് ഒരുക്കമായി ഈ ഇടവ കൂട്ടായ്മയിൽ നടന്ന പ്രാർത്ഥന ഒരുക്കം, ജോബിനച്ഛൻ്റെ വീട്ടിൽ നടന്ന ഒരുക്കം, ഒരാഴ്ചത്തെ പ്രാർത്ഥനയുടെ വലിയ പിൻബലം, വ്യക്തിപരമായി അനേകരെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടുള്ളത്, അതെല്ലാം ഒരു കൃപാപരമായി ഞാൻ കാണുന്നു. അതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നമ്മുടെ ജില്ലയുടെ വികാരി കൂടിയായ ബഹുമാനപ്പെട്ട സി ജോണച്ചൻ, അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഈ പ്രദേശം മുഴുവൻ ഒരു വലിയ സന്തോഷത്തിൻ്റെ സന്ദർഭമായി രൂപപ്പെടുത്തുന്നതിന് അച്ഛന് ഏറെ മനസ്സോടുകൂടി അധ്വാനിച്ചു. അച്ഛൻ്റെ ശുശ്രൂഷകളെ പ്രത്യേകമായി സന്തോഷപൂർവ്വം ഞാൻ ഓർക്കുന്നു. ഞാൻ ഈ കൊച്ചച്ചന്മാരുടെ മാതാപിതാക്കളും വികാരിയച്ഛന്മാരെയും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഫ്ലെക്സ് അധികം വയ്ക്കരുത് എന്ന്. അപ്പോൾ എനിക്ക് ഇന്നലെ ആയിട്ടൊരു വിശദീകരണം കിട്ടി. പിതാവ് പുനലൂർ ചെല്ലുമ്പം ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരുപോലെ ഇരിക്കുന്ന ഫ്ലെക്സ് കാണും. സംശയമൊന്നും തോന്നരുത്, ഒറ്റ ഫ്ലെക്സേ അടിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാം അതിൻ്റെ കോപ്പിയാണ്. ഒറ്റ ഫ്ലെക്സേ അടിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ കോപ്പിയാണ്. ഈ മേഖലയിൽ വിവരമില്ലാത്തത് കൊണ്ട് ഞാനത് വിശ്വസിച്ചിട്ടില്ല. ലളിതമായി, അർത്ഥസമ്പുഷ്ടമായി, ആത്മീയമായ ഒരുക്കത്തോടുകൂടി ഈ കാര്യത്തെ, ഈ പടികൾ കടന്ന് ദേവാലയത്തിലേക്ക് വരാൻ അച്ഛന് എടുത്ത ഒരുക്കം അതേറ്റവും ശ്ലാഘനീയമാണ്. കൂടെ നിർത്തി എല്ലാവരെയും അത് സ്നേഹമായും ആവശ്യം വരുമ്പം പരുക്കനായും ഒക്കെ സംസാരിക്കാൻ അച്ഛന് കഴിയും. സിസ്റ്റേഴ്സ് തലയാട്ടുന്നു. അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായി നടക്കണമെന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹമാണ്. അച്ഛനൊരു സഹോദരനുണ്ട്, സഹോദരിയുണ്ട്. ഈ ശുശ്രൂഷകളൊക്കെ അതിൻ്റെ നന്മയിൽ മനസ്സിലാക്കുവാനായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷ വഴിയായി സാധിച്ചു. പ്രിയപ്പെട്ട വികാരിയച്ഛൻ ജോണച്ചനോടുള്ള പ്രത്യേകമായ എൻ്റെ സന്തോഷം ഞാൻ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ദൈവം പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷയെ കൃപയുള്ളതായി, കൂടുതൽ മഹത്വമുള്ളതായി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പട്ടംകൊട ശുശ്രൂഷയിലും പുത്തൻ കുർബാനയിലും ഒക്കെ നമ്മുടെ ആരാധനകൾ ഏറ്റവും നിഷ്ഠയോടെയും ദൈവോന്മുഖമായും നടത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റെ പ്രാധാന്യം തുലവും കുറവാണ് എന്ന് സമർത്ഥിക്കേണ്ടി വരും. ഈ 7ാമത്തെ വിശുദ്ധ കുർബാനയാണിത്, പുത്തൻ കുർബാന. ഈ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ദൈവജനത്തിന് ആവശ്യമായ നേതൃത്വം കൊടുക്കാൻ പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ, മേച്ചേരി മുകളിൽ അച്ഛൻ ബിനോയ് അച്ഛനെയാണ് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. അച്ഛൻ്റെ വലിയൊരു സമർപ്പണം ഈ കാര്യത്തിലുണ്ട്. ഇക്കാര്യത്തിൽ ഞാൻ ചില നിയന്ത്രണങ്ങളും നിബന്ധനകളും പറഞ്ഞിരുന്നത് അച്ഛനറിയാം. ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു, അതൊന്നും ലംഘിക്കാതെ ആരാധനയുടെ ഒരു വലിയ അനുഭവം ഈ 7 ഇടവകളിലും നമ്മുടെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ആ ദിവസവും നമ്മുടെ ആരാധന വഴിയായി ലഭിക്കുന്നതിന് ഇടയായി. ഞാൻ പ്രിയപ്പെട്ട ബിനോയ് അച്ഛനെയും ബെനഡിക്റ്റ് അച്ഛനെയും ജോൺസൺ അച്ഛനെയും അച്ഛൻ്റെ അച്ഛന്മാരുടെ കൂടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ധാരാളം പേരുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഒരു മത്സരത്തിൽ സംബന്ധിച്ച് വിജയികളാകുന്നതിൻ്റെ അഭിനന്ദനമല്ല, നമ്മുടെ ദൈവജനത്തെ ആരാധിക്കാൻ നിങ്ങൾ അനുവദിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ മഹത്വം. പലപ്പോഴും ഈ മറ്റു വാദ്യാഘോഷങ്ങൾ കൊണ്ട് നമ്മളുടെ ആരാധന പലപ്പോഴും മുടങ്ങിയിട്ടുണ്ട്, വലിയ ദുസ്സഹമായിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിലെല്ലാം
ഒരു എക്സെപ്ഷനും ഇല്ലാതെ എല്ലാം ഏറെ അനുഗ്രഹീതമായി നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ബിനോയിച്ചനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. കൈയൊന്നും അടിക്കേണ്ട, കുർബാനയായതുകൊണ്ട് കയ്യടി ഇത് കഴിഞ്ഞിട്ട് കുർബാന കഴിയുമ്പോൾ മണി ഒന്ന് അടിച്ചാൽ മതി. അച്ഛൻ്റെ ശുശ്രൂഷകളിൽ ഇത് അനുഗ്രഹമായിരിക്കട്ടെ. ഇത് പട്ടം കുടയ്ക്കും പുത്തൻ കുർബാനയ്ക്കും മാത്രമല്ല, ഇനി ഇങ്ങനെ ചെയ്യാവൂ എന്ന് വെച്ചാൽ ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആരാധന സജീവമാകും, മറ്റ് കൂട്ടായ്മകൾക്കതൊരു മാതൃകയുമാകും. അച്ഛനെയും അച്ഛൻ്റെ കൂടെ സഹകരിച്ച എല്ലാവരെയും. കീബോർഡ് ഒക്കെ വായിച്ചിട്ടുള്ള ആളുകളുണ്ട്, പക്ഷെ അത് കീബോർഡാണോ എന്ന് പോലും സംശയം ഇല്ലാത്തതുപോലെ വളരെ മനോഹരമായി പ്രാർത്ഥിക്കുന്നതിന് സഹായിച്ചിട്ടുള്ളവർ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന സന്തോഷത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ ഇടവകയെ അഭിനന്ദിച്ചുകൊണ്ടും ഇടവകയുടെ വികാരിയച്ഛനെ അഭിനന്ദിച്ചുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ചെയ്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവിൻ്റെ സ്നേഹിതന് കർത്താവിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന ശുശ്രൂഷയ്ക്ക്, ഹൃദയ രഹസ്യങ്ങൾ കർത്താവിനോട് പറയുന്ന ശുശ്രൂഷയ്ക്ക്, അതിന് പരിഹാരം കർത്താവ് പറയുന്നത് ദൈവജനത്തിന് മന്ത്രിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷപൂർവ്വം നേരുന്നു. സ്നേഹമുള്ള, ലാളിത്യമുള്ള, ഹൃദയ തുറവിയുള്ള ഒരു വൈദികനാണ് ജോബിനച്ചൻ. ബാക്കി 25-ാം വർഷത്തെ ജൂബിലിക്ക് പോളികാർപ്പസ് പിതാവ് പറഞ്ഞുള്ളൂ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.